ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കൈലാസം എങ്ങനെ കൈക്കലാക്കണമെന്നതിനെ കുറിച്ച് ദേവയാനി രാഹുലുമായി ഗൂഢാലോചന നടത്തുന്നു. രാഹുലിന്റെ വിവാഹശേഷം സ്വത്തുക്കൾ പകുതി രാഹുലിന്റെ കയ്യിലേക്ക് നൽകണമെന്ന് ഞാൻ തന്നെ രാഹുലിന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് മഹിയോട് സംസാരിക്കാമെന്ന് ദേവയാനി അറിയിച്ചു. ദേവയാനി അക്കാര്യം പറയുമ്പോൾ രാഹുൽ ചോദിച്ചു, പക്ഷേ അതിന് മഹിക്ക് സമ്മതമാണെങ്കിലും അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ അമ്മേ. മഹി മാത്രം സമ്മതിച്ചാൽ പോരല്ലോ, മഹിയുടെ ഭാര്യയായ ഗംഗ കൂടി അതിന് സമ്മതിക്കണ്ടേ എന്ന് രാഹുൽ ചോദിക്കുന്നത് കേട്ട് ദേവയാനി പറഞ്ഞു, ഈ വീട്ടിലെ അടുക്കളയുടെ അവകാശം മാത്രമേ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ. അവളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചെടുക്കുന്ന കാര്യം, അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ എനിക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മേ, ഈ സ്വത്തുക്കൾ നമ്മൾക്ക് സ്വന്തമാക്കി എടുക്കേണ്ടത് തന്നെയാണ്. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്തോളാം എന്ന് പറയുമ്പോൾ ദേവയാനി പറഞ്ഞു, ഈ കൈലാസം വീടിലേക്ക് പടിക ചവിട്ടി വലതുകാൽ വെച്ച് ഈ വീട്ടിലേക്ക് വന്ന അന്ന് തന്നെ ഞാൻ മനസ്സിൽ കുറിച്ച കാര്യമാണ്, ഈ കൈലാസത്തിന്റെ അധിപതികൾ എന്റെ മക്കളായി മാറുമെന്ന്. അതുകൊണ്ട് തന്നെ മഹി നിങ്ങൾക്ക് മുന്നിൽ വെറുതെ ആജ്ഞാനുവർത്തിയായി നിൽക്കുന്ന വെറുമൊരു ദാസനായി മാറും എന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ഞാൻ മഹിയോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും നിനക്ക് സ്വത്ത് തരാൻ തയ്യാറാകും. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് ദേവയാനി രാഹുലിനോട് പറഞ്ഞു. എല്ലാം കേട്ട രാഹുൽ പറഞ്ഞു, എങ്കിൽ അമ്മേ, എത്രയും വേഗം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇക്കാര്യത്തിൽ ഒരു അമാന്തവും പാടില്ല എന്ന് ദേവയാനിയോട് രാഹുൽ അറിയിച്ചു. രാഹുൽ ദേവയാനിയുടെ വാക്ക് കേട്ട ആ നിമിഷം പറഞ്ഞു, അതേ അമ്മേ, എത്രയും പെട്ടെന്ന് സ്വത്തുക്കൾ നമ്മുടെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യേണ്ടത് എന്ന് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവിടേക്ക് മഹി എത്തുന്നു. മഹി അവിടേക്ക് വന്നത് കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ദേവയാനിയും രാഹുലും. ഉടനെ മഹി ആകെ സംശയത്തോടെ നോക്കുമ്പോൾ ദേവയാനി പറഞ്ഞു, ഞങ്ങൾ നിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മഹി. അത് കേട്ടത് മഹി ചോദിച്ചു, എന്റെ കാര്യോ? എന്താ അമ്മേ, എന്താ പറഞ്ഞത് എന്ന് അന്വേഷിച്ചപ്പോൾ മഹിയോട് ദേവയാനി പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, ഉടനെ തന്നെ രാഹുലിന്റെ വിവാഹം നടത്തുമല്ലോ. നിന്നെ പോലെ ഒരു ഏട്ടനുള്ളപ്പോ മഹിയെ പോലെ ഒരു ഏട്ടൻ കൂടെ ഉള്ളതാണ് രാഹുലിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞങ്ങൾ പറയുകയായിരുന്നു. നീ എത്രയും പെട്ടെന്ന് വിവാഹ നിശ്ചയം നടത്തണം എന്ന് പറഞ്ഞപ്പോ മഹി പറഞ്ഞു, അതെ, ഉടനെ തന്നെ വിവാഹ നിശ്ചയം നടത്തണം. അതില് രാഹുൽ നിനക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലെ? നിനക്ക് ഇപ്പോഴും പൂർണ്ണ സമ്മതത്തോടെയാണല്ലോ ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നതല്ലേ എന്ന് മഹി അന്വേഷിച്ചതും രാഹുൽ പറഞ്ഞു, അതെ ഏട്ടാ, അമ്മയും ഏട്ടനും എന്ത് തീരുമാനിക്കുന്നോ അതിലപ്പുറം ഒന്നും എനിക്കൊരു തീരുമാനമില്ല. നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുന്നതാണ് എന്റെയും അവസാന വാക്ക്. അതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് രാഹുൽ മഹിയോട് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം മഹി പറഞ്ഞു, ശരി, എന്നാ ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. ഉടനെ തന്നെ നമ്മൾ നിശ്ചയിച്ചതുപോലെ തന്നെ ആ വിവാഹത്തിന് വേണ്ട, നിശ്ചയത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് പറയുമ്പോൾ രാഹുലിന്റെ ഫോണിലേക്ക് രാജി വിളിക്കുന്നു. രാജിയുടെ കോള് വന്നത് കണ്ട് വേഗം രാഹുൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയും പെട്ടെന്ന് പുറത്തേക്ക് മാറി കോള് കട്ട് ചെയ്ത് കളയുകയും ചെയ്തു. രാജി രാഹുലിന്റെ ആ പ്രവൃത്തിയിൽ വല്ലാതെ സംശയിച്ചു. എന്തായിരിക്കും രാഹുലിന്റെ മനഃപൂർവ്വം എന്റെ കോള് കട്ട് ചെയ്ത് കളയുന്നത് എന്നാലോചിച്ച് വേഗം തന്നെ കൈലാസം വീട് കണ്ടുപിടിച്ച് അവിടേക്ക് രാഹുലിനെ അന്വേഷിച്ച് രാജി എത്തിച്ചേരുന്നു. രാജി ഗേറ്റ് കടന്നു വരുന്ന കാഴ്ച രാഹുൽ വാതിൽക്കൽ നിന്ന് കാണാനിടയായി. രാഹുൽ വേഗം ഭയന്ന് വരച്ച് വേഗം അകത്തേക്ക് ഓടിപ്പോകുമ്പോൾ അവിടേക്ക് ദേവയാനി എത്തി. ദേവയാനി ചോദിച്ചു, എന്താടാ, എന്താ നീ ഇങ്ങനെ പേടിച്ച് ഓടി വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞു, ഒന്നുമില്ലമ്മേ, അത് പിന്നെ എന്റെ പിന്നാലെ കുറെ നാളായിട്ട് ഒരു പെൺകൊച്ച് ഇങ്ങനെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു മാറിയതാണമ്മേ. പക്ഷെ അവൾക്ക് എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ നിർബന്ധത്തിലാണ് അവൾ ദാ ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ദേവയാനി ചോദിച്ചു, ഓഹോ, അങ്ങനെയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ കൈകാര്യം ചെയ്തോളാം, നീ അതോർത്ത് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞതും പെട്ടെന്ന് രാഹുൽ പറഞ്ഞു, അമ്മ, ദാ അവൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് കണ്ട ഉടനെ ദേവയാനി വേഗം ആ ഗേറ്റിനരികിലേക്ക് നോക്കി. അപ്പോൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി വരുന്ന രാജിയെ ദേവയാനി കണ്ടു. അപ്പോഴേക്കും ദേവയാനിക്ക് ആളെ മനസ്സിലായി. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് രാഹുൽ ഹോസ്പിറ്റൽ വിഷമേറ്റ് അവിടെ കിടന്ന സമയത്ത് രാഹുലിനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ് ആ പെൺകുട്ടി തന്നെയാണ് ആ വരുന്നതെന്ന് ദേവയാനിക്ക് മനസ്സിലായി. ഉടനെ തന്നെ ദേവയാനി പറഞ്ഞു, ശരി, നീ എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട, അവളുടെ കാര്യം ഞാൻ ഏറ്റു, ഞാൻ നോക്കിക്കോളാം, നീ അകത്ത് പൊക്കോ എന്ന് പറഞ്ഞ് രാഹുലിനോട് അകത്തേക്ക് പോയിക്കോളാനായി ദേവയാനി അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവയാനി വേഗം വാതിക്കലേക്ക് ചെന്നു. ഈ സമയത്ത് കൈലാസത്തിലേക്ക് വന്നെത്തിയ രാജി ആ
പടി കടന്ന് അകത്തേക്ക് കയറാനായി ആ സ്റ്റെപ്പിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ദേവയാനി വേഗം കരുതുള്ളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ദേവയാനി വാതിൽക്കൽ നിൽക്കുന്നത് കണ്ട് രാജി ചോദിച്ചു, എന്താ എന്താ വേണ്ടത്? ഏതാ കുട്ടി നീ എന്ന് ചോദിച്ചപ്പോൾ രാജി പറഞ്ഞു, ഞാൻ രാഹുലേട്ടനെ കാണാൻ വന്നതാ. അത് കേട്ടതും രാജിയോട് ദേഷ്യത്തോടെ ദേവയാനി ചോദിച്ചു, രാഹുലേട്ടനോ? അതിന് നിനക്കെങ്ങനെ രാഹുലിനെ പരിചയം? നീ അവളെ അവനെ എങ്ങനെയാണ് നീ കണ്ടിട്ടുള്ളത്? നീ ആ ഹോസ്പിറ്റലിലെ നേഴ്സല്ലേ? നീയും രാഹുലും തമ്മിൽ എന്താ അതിന് ബന്ധം എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ദേവയാനിയോട് രാജി പറഞ്ഞു, ഞാൻ രാഹുലേട്ടനെ കാണാൻ വന്ന അമ്മേ. എനിക്ക് രാഹുലേട്ടന് ഒരു കാര്യം സംസാരിക്കണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു, ഞാൻ രാഹുലിന്റെ അമ്മയാണ്. ഞാൻ അറിയാത്ത ഒരു കാര്യവും അവന്റെ ജീവിതത്തിലില്ല. പിന്നെ നീ എന്തിനാ അവനെ കാണാൻ നിർബന്ധം പിടിക്കുന്നത്? എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ദേവയാനിയോട് രാജി പറഞ്ഞു, ഞാനും രാഹുലേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണ്. രാഹുലേട്ടനെ എനിക്ക് കാണണം എന്ന് വീണ്ടും രാജി നിർബന്ധം പിടിക്കുമ്പോൾ ദേവയാനി പറഞ്ഞു, ഓ, നീയും രാഹുലും തമ്മിൽ ഇഷ്ടത്തിലാണെന്നോ? അത് കൊള്ളാമല്ലോ. ഒരു ഹോസ്പിറ്റലിലെ നേഴ്സായ നിന്റെ പിന്നാലെ എൻ്റെ മോൻ വന്നെന്നോ? അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ബഹളം വെക്കുമ്പോൾ രാജി പറഞ്ഞു, അല്ലമ്മേ, രാഹുലേട്ടനെ കണ്ടിട്ടേ ഞാൻ പോവൂ. രാഹുലേട്ടനും ഞാനും പരസ്പരം ജീവന തുല്യം സ്നേഹിക്കുന്നവരാണ്. എനിക്ക് രാഹുലേട്ടനെ കാണണം. അത് കേട്ട ഉടനെ ദേവയാനി ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, അത് ശരി, നിനക്ക് അത്രയ്ക്ക് ധിക്കാരോ? ഈ കൈലാസം വീട്ടിലെ ഇത്രയും വലിയ സമ്പത്തുള്ള ഈ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി വരാമെന്ന് നീ കരുതിയോ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാന്നാ നിനക്ക് നല്ലത്. എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാനായി അവൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വരാമെന്നൊന്നും നീ കരുതണ്ട. നിന്നെ ഇനി ഇവിടെ ആർക്കും കാണുകയും വേണ്ട. ഇറങ്ങി പോടി ഇവിടുന്ന് എന്ന് പറഞ്ഞ് രാജി അവിടുന്ന് നിലത്തേക്ക് തള്ളിയിടുന്നു ദേവയാനി. എന്നിട്ട് ദേവയാനി കലിയോടെ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുമ്പോൾ എന്തായാലും രാജിയെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ സന്തോഷമായിരുന്നു രാഹുലിന്റെ മുഖത്ത്. രാഹുൽ സന്തോഷത്തോടെ തുള്ളിച്ചടി അകത്തേക്ക് പോകുമ്പോൾ രാജി ആകെ തകർന്ന മനസ്സുമായിട്ട് വീട്ടിൽ നിന്ന് കൈലാസങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പുറത്തുപോയ ഗംഗ അവിടേക്ക് എത്തിയത്. രാജി ആകെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അവിടേക്ക് വരുന്നത് കണ്ട് ഉടനെ ഗംഗ അരികിലേക്ക് ഓടിയെത്തി. മോളെ രാജി, എന്താ എന്താ നിനക്ക് പറ്റിയിട്ടെന്ന് ചോദിച്ച് ഗംഗ അരികിലേക്ക് ഓടിയെത്തിയതും രാജി ഗംഗയെ കണ്ട് ഗംഗേച്ചി എന്ന് വിളിച്ച് ഗംഗയെ കെട്ടിപ്പിടിച്ച് രാജി കരഞ്ഞു. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? എന്താ സംഭവിച്ചത് എന്ന് രാജിയോട് ഗംഗ അന്വേഷിച്ചു. അപ്പോഴേക്കും രാജി നടന്ന സംഭവങ്ങൾ ഗംഗയോട് പറഞ്ഞു. രാഹുലേട്ടനെ കാണാനാണ് ഞാൻ വന്നത്. രാഹുലേട്ടന്റെ അമ്മ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടു. ഞാൻ ഒരു പിഴച്ച പെൺകുട്ടിയാണെന്നാണ് രാഹുലേട്ടന്റെ അമ്മ പറയുന്നത്. കണ്ടവരുടെ തോളിൽ തൂങ്ങി നടക്കുന്ന എന്നെ പോലുള്ള ഒരു നേഴ്സിനെ ഒന്നും രാഹുലേട്ടനെ ഭാര്യയായിട്ട് വേണ്ട എന്നും അതുകൊണ്ട് അങ്ങനെ ഒരു മോഹമൊന്നും എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കണ്ട എന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആ അമ്മ വിശ്വസിക്കുന്നില്ല എന്നെല്ലാം രാജി വിഷമത്തോടെ പറഞ്ഞു. രാഹുലേട്ടനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ചേച്ചി എന്ന് രാജി സങ്കടപ്പെടുന്നത് കണ്ട് രാജിയെ സമാധാനിപ്പിച്ചു ഗംഗ. വിഷമിക്കാതെ, നമുക്കെന്തെങ്കിലും പോകുംവഴി കാണാം. അത് രാഹുലേട്ടൻ രാജിയുടെ തന്നെ സ്വന്തമാകും, അത് തീർച്ച. സമാധാനത്തോടെ ഇരിക്കെ, വേറെ കടുങ്കയൊന്നും ചിന്തിക്കരുത്, മനസ്സിൽ മറ്റു ചിന്തകളൊന്നും കൊണ്ടു നടക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടുന്ന് പറഞ്ഞയക്കുകയാണ് രാജിയെ. രാജി അവിടുന്ന് പോയതിനു ശേഷം ആകെ വിഷമത്തിലായി ഗംഗ. എന്താ ചെയ്യുക എന്നോർത്ത് ആകെ സങ്കടപ്പെടുമ്പോൾ രാഹുലിന്റെ അരികിലേക്ക് ദേവയാനി എത്തി. ദേവയാനി രാഹുലിനോട് ചോദിച്ചു, ഈ രാജിയുമായിട്ടുള്ള നിന്റെ ബന്ധത്തെക്കുറിച്ച് എനിക്കറിയണം. ആ ഹോസ്പിറ്റലിലെ നേഴ്സ് നിന്റെ കാര്യത്തിൽ ഇത്രത്തോളം താല്പര്യം കാട്ടുന്നത് എന്താണെന്നും എനിക്കറിയണം. നീയും എൻ്റെ സുഹൃത്ത് ഹേമയുടെയും മകളുമായിട്ടുള്ള വിവാഹമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവാഹത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാനും കഴിയില്ല. പിന്നെ ഒരു കാര്യം കൂടി, വിവാഹം നടക്കുന്നതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ അത് അതിലും വലിയ കുഴപ്പമാകും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്കൊരു കാര്യം അറിയണം. നീയുമായിട്ട് വെറുമൊരു പരിചയമല്ല ആ പെൺകുട്ടിക്കെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ നീ വന്നതിന് ശേഷം നിന്നെ കണ്ട് ആ പെൺകുട്ടി പൊട്ടിക്കരയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. സത്യം എന്താണ് നീ എന്നോട് തുറന്ന് പറഞ്ഞേ കഴിയൂ. അത് എന്നാൽ മാത്രമേ രാഹുൽ എനിക്ക് നിന്റെ ഒപ്പം നിൽക്കാൻ കഴിയൂ. അത് കേട്ട് രാഹുൽ പറഞ്ഞു, അത് പിന്നെ അമ്മേ, അവൾ എൻ്റെ പിന്നാലെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നു എന്നല്ലാതെ വേറൊരു ബന്ധവും ഇല്ലമ്മേ എന്ന് പറഞ്ഞതും രാഹുലിനോട് ദേവയാനി പറഞ്ഞു, അങ്ങനെ നീ കളവ് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും കരുതണ്ട. നീയുമായിട്ട് അവൾക്കുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയണം. അന്ന് ഹോസ്പിറ്റലിൽ അവൾ പൊട്ടിക്കരഞ്ഞത് വെറുതെ ഒരു ബന്ധമാണെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ല. ഇക്കാര്യത്തിൽ എനിക്കൊരു കാര്യം അറിയണം. നീ അവൾക്ക് എന്തെങ്കിലും വാക്ക് കൊടുക്കാൻ മറ്റോ ചെയ്തിട്ടുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് കേട്ട ഉടനെ രാഹുൽ പറഞ്ഞു, ഏയ് ഇല്ല മാം,
വെറുതെ ഒരു ടൈം പാസ് അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ അവളെ കൂടെ ചേർക്കാമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കുകയോ കരുതുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതും ദേവയാനി പറഞ്ഞു, അതൊക്കെ ശരി തന്നെ. ആൺകുട്ടികളാകുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള ബന്ധങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ ഈ ഗേറ്റിന് പുറത്ത് മാത്രമേ ആകാവൂ. ഗേറ്റ് കടന്ന് ഇവിടേക്ക് അത്തരം ബന്ധങ്ങളൊന്നും വരാൻ പാടില്ല, മനസ്സിലായോ എന്ന് ചോദിച്ചതും രാഹുൽ പറഞ്ഞു, ഇല്ലമ്മേ, ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് രാഹുൽ വാക്ക് നൽകുന്നു. അത് കേട്ടതോടെ ദേവയാനി പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഒരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഇനി ഒരു പ്രശ്നം ഇതുപോലെ ഇനി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവരുത്. എത്രയും വേഗം ഈ വിവാഹ നിശ്ചയം നടന്ന് വിവാഹവും നടന്നാൽ മാത്രമേ എനിക്ക് സമാധാനമാകൂ എന്ന് പറഞ്ഞ് ദേവയാനി ഇനി അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടെന്നും അതിനിടയ്ക്ക് ഇതുപോലുള്ള ഏടാകൂടങ്ങളൊന്നും ഇനി ഉണ്ടാക്കരുതെന്നും രാഹുലിനെ ഓർമ്മിപ്പിച്ചു. രാഹുൽ പറഞ്ഞു, ഇല്ലമ്മേ, അമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ നിൽക്കുകയുള്ളൂ. ഇനി മറ്റൊരു തീരുമാനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നറിയിച്ചു. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൈലാസം നമുക്ക് സ്വന്തമാക്കാം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും നിനക്കൊരു പാകപ്പിഴ സംഭവിക്കില്ല എന്ന് ദേവയാനി വീണ്ടും ഓർമ്മിപ്പിച്ചു. പിന്നീട് രാഹുലിൻ്റെ വിവാഹ നിശ്ചയ ദിവസം എല്ലാവരും റെഡിയായി പോകാനായി കാത്തിരുന്നു. ആ നിമിഷം ആകെ വിഷമത്തോടെ ഗംഗ റൂമിലിരിക്കുകയാണ്. ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ഗംഗയായിരുന്നു, ഭഗവാനെ, ഇന്ന് രാഹുലേട്ടന്റെ വിവാഹ നിശ്ചയമാണ്. ഇത് നടന്നു കഴിഞ്ഞാൽ ആ വിവരം അറിഞ്ഞാൽ രാജി പിന്നെ ജീവനോടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ പാവം കുട്ടി അവള് തന്റെ ജീവിതം അവസാനിപ്പിക്കും. രാഹുലേട്ടനെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നും രാഹുലേട്ടനെ തനിക്ക് നഷ്ടമാകുന്നു എന്നറിഞ്ഞാൽ ആ കുട്ടി എന്തെങ്കിലും അബദ്ധം കാട്ടും. അങ്ങനെ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകർന്നു പോകുന്ന ഒരു കാര്യവും സംഭവിക്കരുത് ഈശ്വര എന്ന് വിഷമത്തോടെ ഓർത്തുകൊണ്ട് ഗംഗ എങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് മാളൂട്ടി ഓടിയെത്തി. ഗംഗ ഇവിടെ ഇരിക്കുകയാണോ? വാ, നമുക്ക് പോകണ്ടേ എന്ന് പറഞ്ഞ് ഗംഗയെ വിളിച്ചുകൊണ്ട് മാളൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ സമയത്ത് രാജി വീട്ടിലിരുന്ന് അന്ന് ദേവയാനി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ചു. ദേവയാനി തന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട് ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് രാജിയാകെ സങ്കടപ്പെടുമ്പോൾ ദേവയാനിയും ഹൈമവതിയും ഒപ്പം ശ്രേയയും നിശ്ചയത്തിന് പോകാനായി റെഡിയായി. ഈ സമയത്ത് രാഹുലും പിന്നാലെ മഹിയും റെഡിയായി താഴേക്ക് എത്തി. അപ്പോഴേക്കും ഗംഗ എവിടെ എന്തിയെന്ന് അവിടെ വന്നതിന് ശേഷം മഹി അന്വേഷിച്ചു. അല്ല ഗംഗ, ഇതുവരെയായിട്ടും റെഡിയായില്ലേ? ഇതുപോലൊരു ചടങ്ങ് നടക്കുമ്പോഴാണോ ഇങ്ങനൊരു അമാന്തം എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ മഹി പറഞ്ഞു, മോളെ ഒരുത്തിരിയായിരിക്കും ഗംഗ, ഇപ്പൊ വരുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ പറഞ്ഞു, അതിന് മാളും എപ്പോഴേ റെഡിയായി എന്ന് ശ്രേയ മറുപടി നൽകി. അപ്പോഴേക്കും മഹിക്കും ആകെ ടെൻഷനായി. ഈ സമയത്ത് രാജി ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ രാജിയുടെ അമ്മ ചോദിച്ചു, മോളെ, നീ ഇങ്ങനെ കരഞ്ഞു തളർന്ന് നിന്നിട്ട് എന്താ കാര്യം? ആ വൃത്തികെട്ടവനെ ഓർത്ത് എന്റെ മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ആ ചെറിയനെ കുറിച്ച് ഓർത്ത് മോളെ നീ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അവിടേക്ക് പോകണം. അവിടെ ചെന്ന് എല്ലാവരോടും വിവരങ്ങൾ സംസാരിക്കണം. എന്നാൽ മാത്രമേ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് രാജിയുടെ അമ്മ രാജിയോട് പറഞ്ഞു. ഇത് കേട്ടതും രാജി പറഞ്ഞു, അമ്മേ, എന്നോട് അവിടെ വെച്ച് ഗംഗേച്ചി പറഞ്ഞത് ഈ വിവാഹ നിശ്ചയം നടന്നാലും അഥവാ വിവാഹം നടക്കുകയില്ല എന്നാണ്. ചേച്ചി എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ചേച്ചി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞതും രാജിയുടെ അമ്മ പറഞ്ഞു, ശരിയാ, മോളൊന്ന് വിളിച്ചു നോക്ക്. മോള് പറഞ്ഞത് കേട്ട് ആ കുട്ടി ഒരു നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ വേദനയും സങ്കടമൊക്കെ മനസ്സിലാക്കുന്ന ഒരു നന്മയുള്ള പെൺകുട്ടി. അതുകൊണ്ട് മോൾ എന്തായാലും വിളിച്ചു നോക്ക്, എന്താ കാര്യം എന്നറിയാമല്ലോ എന്ന് പറഞ്ഞതും ശരി അമ്മ എന്ന് പറഞ്ഞ് രാജി വേഗം ഗംഗയുടെ ഫോണിലേക്ക് വിളിച്ചു. ഈ സമയത്ത് മാളു ഗംഗയും വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. എല്ലാവരും വന്നതോടെ മഹി പറഞ്ഞു, എന്നാ ശരി, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. ഉടനെ രാഹുൽ പറഞ്ഞു, അതെ, ഇന്നത്തെ ദിവസം ഇനി വേറെ ഇതുപോലൊരു ശുഭകരമായ കാര്യം നടക്കാൻ പോകുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ട, എന്തായാലും നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് രാഹുൽ എല്ലാവരും വിളിച്ചിറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും മഹിയോട് ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞതും മഹി പറഞ്ഞു, ശരി, എന്നാ പോയി എടുത്തിട്ട് വാ. അങ്ങനെ ഗംഗ ഫോൺ എടുക്കാനായി പോയ സമയത്താണ് രാജിയുടെ കോൾ വന്നത്. കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ രാജി പറഞ്ഞു, ഗംഗേച്ചി, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. രാഹുലിനേട്ടനെ എനിക്ക് നഷ്ടമായാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഇത് കേട്ട ഉടനെ രാഹുലിനെ കുറിച്ച് ഓർത്ത് ആകെ വിഷമത്തോടെ രാജി പറയുമ്പോൾ ഉടനെ തന്നെ രാജിയെ സമാധാനിപ്പിച്ചിട്ട് ഗംഗ പറഞ്ഞു, വിഷമിക്കാതെ, എന്തിനും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. രാഹുലേട്ടൻ്റെ വിവാഹം എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല. ഈ വിവാഹ നിശ്ചയവും നമ്മൾ എങ്ങനെയും ഇല്ലാതാക്കും. അത് കേട്ട ഉടനെ രാജി ചോദിച്ചു, ചേച്ചി, ഞാൻ അമ്മയും കൂട്ടി അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ
രാജിയോട് ഗംഗ പറഞ്ഞു, ശരി, നിങ്ങൾ ഇവിടേക്ക് വന്നോ, പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന്, ഇവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഞാൻ പറയുന്നത് പോലെ മാത്രമേ നിങ്ങൾ ഇവിടെ വന്ന് പ്രവർത്തിക്കാവൂ എന്ന് ഗംഗ രാജിക്ക് നിർദ്ദേശം നൽകുന്നു.